പലരും തുറന്നു പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോയുമായി ഞാൻ മുന്നേറ്റ് വന്നത്. മനഃപൂർവ്വം ആരോ ആ മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിന് വേറെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. കരയിലില്ലെങ്കിൽ വെള്ളത്തിലില്ല. ആ മൊബൈലിലേക്ക് റിങ് വരുന്നു, വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാവുന്നു, GPS വർക്കിങ്ങിലാവുന്നു. ഒരു കാരണവശാലും സാധ്യതയേ ഇല്ല. പിന്നെ ആ വണ്ടി അവിടെ നിഗൂഢത നിർണ്ണയിക്കുന്നു. കർണാടക ശിരൂരിൽ കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്നുള്ള നമ്മുടെ ഒരു സഹോദരൻ അർജുൻ മൺകൂനകൾക്കുള്ളിൽ അകപ്പെട്ട് കിടന്നിട്ട് ഇന്നേക്ക് 8ാം ദിവസത്തിലേക്ക്. പുതിയ റഡാർ സംവിധാനത്തിൻ്റെ അപ്ഡേറ്റ് പ്രകാരം ഗംഗാവാലി പുഴയുടെ 80 മീറ്ററിനുള്ളിലേക്ക് ഇന്ന് തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ നല്ല മനസ്സുള്ള കേരളീയർ ഇത്രയും നാൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് പോലെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാത്ത നാളുകൾക്ക് എനിക്കും ഒരുപാട് സമ്മാനിച്ചു. കാരണം നമ്മുടെ ചിന്താഗതി പോകുന്നത് അങ്ങനെയാണ്. ഒരാൾ മൺകൂനയ്ക്കിടയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ വണ്ടിക്കകത്തെ സിഗ്നൽ കിട്ടുന്നു, അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ അർത്ഥമാക്കുന്നത് ആ സഹോദരൻ നമ്മുടെ കൂടപ്പുറത്ത് ഇപ്പോഴും വണ്ടിക്കകത്ത് ജീവനോടെ ഉണ്ട്. മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഓൾറെഡി അവൻ മരിച്ചു. ഇതങ്ങനെയല്ല അവസ്ഥ. ജീവനോടെ ഒരാളെ ജീവനോടെ കുഴിച്ചിടുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ. അത് നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് അറിയാതെ ആയാലും ചിന്തിച്ചു പോകും. ആ അവസ്ഥ ഭീകരമാണ്. ആ ഭീകരമായ അവസ്ഥയിൽ 4 ദിവസത്തോളം 5 ദിവസത്തോളം 6ാമത്തെ ദിവസം പിന്നിടുന്നിടം വരെ മനസ്സുകൊണ്ട് ഉരുകി പ്രാർത്ഥിച്ചത് അവൻ ജീവനോടെ എവിടെ ഉണ്ടായിരിക്കണേ, അവനവിടെ കാണണേ എന്ന്. എന്നാൽ ഇന്ന് ആ മൺതിട്ടയ്ക്കുള്ളിൽ അവനില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. നമ്മുടെ ചിന്ത മുന്നോട്ട് പോകുന്നത് ആ നദിക്കുള്ളിലേക്കാണ്. അത് ഗംഗാവാലി പുഴയുടെ 80 മീറ്റർ ഉള്ളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 90% അദ്ദേഹം ജീവനോടെ അവശേഷിക്കാൻ ഉള്ള സാധ്യത ഇല്ല എന്ന് വിഷമസമേതം എനിക്ക് പറയുകയും. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ മുമ്പിലെത്തിയിരിക്കുകയാണ്. പലരും തുറന്നു പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോയുമായി ഞാൻ മുന്നേറ്റ് വന്നത്. കാരണം ഇതിനൊരു മറുപുറമുണ്ട്. ഒന്നുകിൽ ആ സഹോദരൻ നമ്മൾ വിചാരിക്കുന്ന അകത്തില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. 2, മനഃപൂർവ്വം ആരോ ആ മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിന് വേറെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. അതിലേക്ക് നയിക്കുന്ന 2-3 ഘടകങ്ങൾ അതെൻ്റെ തലയിൽ മാത്രമല്ല, എല്ലാവരുടെയും തലയിൽ ഒന്ന് ചിന്തിച്ചാൽ വരാവുന്നതേ ഉള്ളൂ. കാര്യം, ആ വണ്ടിക്കകത്തുനിന്ന് സിഗ്നൽ ലഭിക്കണമെങ്കിൽ ആ വണ്ടി 101% റോഡിലുണ്ടായിരിക്കണം, മൺതിട്ടയ്ക്കുള്ളിലുണ്ടായിരിക്കണം. എന്നാലും 60% സാധ്യതയുണ്ട് ആ വണ്ടിക്കകത്തേക്ക് വായു സഞ്ചാരം ഉണ്ടാകാനുള്ള സാധ്യത. എന്നാലേ ഭാരത് ബെൻസ് പോലൊരു വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. പെട്രോൾ മാത്രം പോരാ. അതുതന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് സിഗ്നൽ ലഭിക്കണമെങ്കിലും ആ റേഞ്ച് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ 1ാമത്തെ ദിവസം തന്നെ ഇത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ വണ്ടി 2 വട്ടം ഓണായി, GPS ഓണായി. ഭാരത് ബെൻസിന് GPS ഓണാവണമെങ്കിൽ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ആവണം. അതുപോലെ തന്നെ പെട്രോൾ മാത്രം പോരാ, വായു സഞ്ചാരം, വണ്ടിക്കുള്ളിലേക്ക് വായു സഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി സ്റ്റാർട്ടാകുകയുള്ളൂ. ഈ 2 സാധ്യതകൾ മുന്നിൽ നിർത്തിയാണ് ആ സഹോദരൻ ജീവനോടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയി, റൈറ്റ്? എന്നാൽ ഇന്ന് ആ വണ്ടി ആ റോഡിലില്ല എന്നുള്ള 95% നിഗമനത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ വണ്ടി ഇപ്പോൾ നമ്മൾ തിരയുന്നത് ഗംഗാവാലി പുഴയിലെ 80 മീറ്റർ ഉള്ളിലേക്ക്, നദിക്കടിയിൽ. പോസിബിലിറ്റി എങ്ങനെ ഉണ്ടാവും? വണ്ടി വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ 101% വണ്ടിയുടെ എൻജിൻ ഓഫ് ആവും, അതിൻ്റെ GPS സംവിധാനം തകരാറിലാവും. മൊബൈലിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ മൊബൈൽ നഷ്ടമാകും. ആ മൊബൈലിലേക്ക് റിങ് വരുന്നു, വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാവുന്നു, GPS വർക്കിങ്ങിലാവുന്നു. ഒരു കാരണവശാലും സാധ്യതയേ ഇല്ല. പിന്നെ ആ വണ്ടി കരയിലില്ലെങ്കിൽ വെള്ളത്തിലില്ല. ആ ഒരു നിഗമനത്തിൽ ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ ചിന്തിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആ മനുഷ്യൻ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കാരണത്താൽ പെട്ടുകിടക്കാനുള്ള സാധ്യതയായിരിക്കണേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു. അതിലും 2 പ്രശ്നം. അങ്ങനെ എവിടെയെങ്കിലും പെട്ടുകിടക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ GPS സിഗ്നൽ ഈ ദുരന്ത മുഖത്ത് നിന്നും നമ്മൾ ട്രേസ് ചെയ്തു? അവിടെ നിഗൂഢത നിർണ്ണയിക്കുന്നു. നമ്മുടെ കാലം ടെക്നോളജിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ
വണ്ടിയുടെ ലോഡ്, വണ്ടിയുടെ ഓണർ, പിന്നെ പലതും നമ്മൾ ഇത്രയും നാളും വണ്ടി തിരയാനെടുത്ത സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു പുറകെ പോയിട്ടില്ല. എങ്കിൽ നമ്മൾ ചിന്തിക്കുന്നു ചിലപ്പോൾ അതിന് പോകേണ്ടവർ പോയിട്ടുണ്ടാവും. എന്നാൽ സാധ്യത എങ്ങനെയാണ്? അദ്ദേഹത്തെ മനഃപൂർവ്വം ആരെങ്കിലും ഈ ഒരു ദുരന്തമുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു GPS സിഗ്നൽ ദുരന്തമുഖത്ത് നിന്നും ഇത്ര മണിക്കൂറുകൾക്കും ഇത്ര സമയങ്ങൾക്ക് ശേഷമാണ് GPS സിഗ്നൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായാലേ GPS സിഗ്നൽ വരുള്ളൂ എന്നുള്ളൊരു ചാൻസ്. അപ്പം വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് GPS ഓൺ ആക്കേണ്ട കാര്യമില്ല ഒരു GPS-ന്റെ സിഗ്നൽ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതൊരു നിഗൂഢതയിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു തിരച്ചിൽ മുൻനിർത്തി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സാധ്യതയും തള്ളിക്കളയരുത്. അതായത് എങ്ങാനും അദ്ദേഹം എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും അപകട സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തെ നമുക്ക് 100% രക്ഷിക്കാൻ സാധ്യമാകുന്ന അവസരങ്ങൾ നമ്മൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇല്ലാതാക്കരുത്. ഈ ഒരു തരത്തിലൂടെ നടന്നോട്ടെ. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ, അത് നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ വളരെ ഖേദകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ന് ചാനലിൻ്റെ മുമ്പിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ പട്ടാളം മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചൊരു സാഹചര്യം നമുക്ക് കണ്ടു. അതൊരു കാരണവശാലും അവർ ഉള്ളിൽ നിന്നും പറഞ്ഞതായിരിക്കത്തില്ല. ഇങ്ങനൊരു അവസ്ഥയും ഇങ്ങനൊരു സാഹചര്യത്തെയും നമ്മുടെ രാജ്യത്തെയും ഇതുപോലെ ചൂഷണം ചെയ്യുവാനും ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു അവസരം കാത്തു നിൽക്കുന്നതുമായ ഇതുപോലുള്ള നികൃഷ്ട ജീവികളെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സഹോദരൻ എവിടെയെങ്കിലും ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും കെട്ടുകിടക്കുകയായിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ നിയമവ്യവസ്ഥ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ ദൈവാധീനവും അദ്ദേഹത്തെ ഒരുപോലെ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.